ചങ്ങായിമാരെ 2 ദിവസമായിട്ട് മലയാളക്കര കാത്തിരുന്ന സന്തോഷ വാർത്ത പുറത്തു വന്ന് ഷിംജിത മുസ്തഫ എന്ന പൂതന പിശാജി ഇബിലീസ് കേരള പോലീസിന്റെ പിടിയിലായി. 2 ദിവസമായിട്ട് ആൾക്കാർ അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അവൾ ദുബായിലാണ്, അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണെന്നെല്ലാം പറ്റി. അവൾ എവിടെയും പോയില്ല. അവൾ വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു, ബന്ധു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതും സ്വന്തം വീടിന്റെ അടുത്തുള്ള ബന്ധു വീട്ടിൽ തന്നെയായിരുന്നു ആ പിശാജ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കേരള പോലീസ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ പാവപ്പെട്ട ദീപകന്റെ മരണപ്പെട്ട ദീപകന്റെ ആത്മാവിനെങ്കിലും നീതി വാങ്ങിക്കൊടുക്കണം. അതിന്റെ കൂടെ ആ പാവപ്പെട്ട ദീപകന്റെ ആരുമില്ലാതായി പോയ ആ പാവ അച്ഛനും അമ്മക്കും കൂടി നിങ്ങൾ നീതി വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കേരളക്കര മൊത്തം ഉണ്ടാവും. അല്ലാണ്ട് എന്തെങ്കിലും ഉഡായിപ്പിലൂടെ ഇവളെ ഈ പിശാചിനെ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ കേരള പോലീസെ നിങ്ങളെ പിന്നാലെ കേരളക്കര മൊത്തം ഉണ്ടാവും. നിങ്ങൾ അന്നങ്ങാൻ വിടാതെ കേരളക്കര മൊത്തം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പിടിക്കാൻ കാണിച്ച എല്ലാ ജാഗ്രതയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മൊത്തം ഉണ്ടാവുമെന്ന് നമ്മൾ മൊത്തം പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ സന്തോഷ വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? ആ പൂതനയെ പിടിച്ചു എന്നുള്ള ആ സന്തോഷ വാർത്ത വാ. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. അമൃത ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യത്തിൽ പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുന്നില്ല. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അധിക്ഷേപ തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ ദീപക് എന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആൾക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷിംജിത മുസ്തഫ എന്ന ആ കേസിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോകുകയായിരുന്നു. അതിനുശേഷം വിദേശത്തടക്കം കടന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നതിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിത മുസ്തഫയെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി അല്പസമയം മുമ്പ് അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലെത്തിക്കാനോ ആയിരിക്കും പോലീസിന്റെ അടുത്ത നീക്കമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷിംജിത മുസ്തഫ ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി കേരള പോലീസ് ഇതിലെന്തെങ്കിലും ഗൂഢാലോചന ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ തെളിയിക്കണം. കാരണം ദീപക് പയ്യന്നൂർ പോയത് ജോലി ആവശ്യത്തിനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഷിംജിത മുസ്തഫ എന്ന ഈ പൂതന ഈ ഇബിലിസ് എന്തിനാണ് വടകരയിൽ നിന്ന് പയ്യന്നൂർ പോയത് അത് തെളിയിക്കേണ്ടത് തന്നെയാണ്. കാരണം ദീപകിന്റെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ദീപക് ഈ മരണപ്പെടുന്നതിന്റെ തലേന്ന് 45,000 രൂപയോളം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നും കൂടി നമുക്ക് തെളിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംശയം വരുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ ഷിംജിത മുസ്തഫ പല വീഡിയോയിലും പറഞ്ഞത് പണമാണ് മുഖ്യം, പണമാണ് മുഖ്യം. ഇവള് പണത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഇവിടെ നാട്ടുകാരും ഇവരുടെ ബന്ധുക്കളും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടി യാതൊരു മടിയില്ലാത്ത ഈ വൃത്തികെട്ട സ്ത്രീ ഈ ദീപക് എന്ന് പറഞ്ഞ പാവത്തിനെ കുടുക്കിയതാണോ, ഈ കേസിൽ കുടുക്കിയതാണോ എന്ന് കൃത്യമായിട്ട് അറിയണം. കാരണം ഈ ദീപക് പോകുന്നതും വരുന്നതും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇയാളുടെ പിന്നാലെ കൂടിയിട്ട് ഈ പരിപാടി ചെയ്തതാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഇവൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനൽ ആണെന്ന് ഇവിടെ സംസാരം കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ട് അപ്പം തന്നെ വിളിച്ച മാധ്യമ പ്രവർത്തകയോട് ഇവൾ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നമ്മൾ മൊത്തം കേട്ടതല്ലേ. യാതൊരു കുറ്റബോധമോ യാതൊരു സങ്കടവും ഇല്ലാതെ വളരെ കൂളായിട്ട് ഇവൾ ആ സമയവും ഇവളെ ന്യായീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് പറഞ്ഞത് ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഇവള് എന്ത് വേണമെങ്കിലും പണത്തിന് വേണ്ടി ചെയ്യും. അപ്പൊ ഈ വൃത്തികെട്ട സ്ത്രീ പണത്തിന് വേണ്ടി ദീപകിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ, പണത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇവളെ പുറത്ത് ജീവിതകാലം മുഴുവനും ഇവളെ പുറത്തിറങ്ങാൻ വേണ്ടി കേരള പോലീസിനെ നിങ്ങൾ വിടാൻ പാടില്ല. അത്രയും വലിയ ശിക്ഷ തന്നെ ഇവക്ക് വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം നടന്ന കുറച്ച് ടീമിനെയും ഞങ്ങളുണ്ട്. നമ്മളെ മുകേഷ് നായരല്ലേ പോക്സോ കേസ് പ്രതി മൂപ്പറൊക്കെ അതിന്റെ അടുത്ത് സ്വയം വെളുപ്പിക്കാൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി രാഹുൽ ഈശ്വറിന്റെ കൂടെയൊക്കെ കൂടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറെ നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ കൂടെ കൂടിയിട്ട് അവർ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ കൂടെ നിൽക്കാൻ പാടില്ല. തെറ്റ് ചെയ്തത് ആരായാലും ശരി, അത് പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിന്റെ ഇടയ്ക്ക് വന്ന് വേറെയും ക്രിമിനലുകൾ സ്വയം വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അതിന്റെ ഇടക്കൂടെ വേറെ സംഭവം കൂടി നടക്കാൻ പോകുന്നുണ്ട്. 2 ദിവസം തന്നെ ഈ സംഭവം വർഗീയമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറെ ചാനലുകൾ നോക്കുന്നുണ്ട്. ആ ചാനലുകൾ വീണ്ടും ഇന്ന് കുത്തിപ്പൊങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിന് വർഗീയത കയറ്റാൻ നോക്കുന്ന അത്തരം ചാനകങ്ങളെയും കേരളക്കാർ ഒറ്റക്ക് നേരിടേണ്ടത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ഷിംജിത മുസ്തഫ എന്ന ഈ സ്ത്രീക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് നമ്മുടെ കേരളത്തിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഇവക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഇടക്കൂടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ചാണക സംഖ്യകൾ നോക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. അവരെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇടക്കൂടെ സ്വയം വെളുപ്പിക്കാൻ നടക്കുന്ന മുകേഷ് നായരെ പോലത്തെ കുറച്ച് പോക്സോ കേസ് ക്രിമിനലുകളും കൂടിയുണ്ട്. അവരെ കൂടി നമ്മൾ അകറ്റി നിർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ബസ് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പിടിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കണം. നിങ്ങൾക്ക് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട, നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കണം. നിങ്ങളെ കൂടെ ആരുണ്ടോ ആരില്ലയോ എന്നുള്ള വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പൊ കേരളക്കാരെ മൊത്തം നിങ്ങളെ കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ പെണ്ണാണോ നിങ്ങൾ ആണാണോ എന്നൊന്നും നോക്കൂല.
അപ്പൊ ഈ ഷിംജിത മുസ്തഫ എന്ന പൂതനക്ക്, ഈ ബിലീസിന്, ഈ പിശാചിന് കേരള പോലീസെ ഏറ്റവും പെട്ടെന്ന് എത്രയും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രയും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുക. അതുമൂലമെങ്കിലും ആ പാവപ്പെട്ട ദീപകിന്റെ ആത്മാവിനും ആ പാവപ്പെട്ട ദീപകിന്റെ ആരുമില്ലാതായ ആ പാവം അച്ഛനും അമ്മക്കും ഒക്കെ നീതി കിട്ടട്ടെ. അപ്പൊ അവളെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.